ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ തന്നെ വളരെ പെട്ടെന്നൊരു 3 തക്കാളിയും ഒരു സവാള ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പം ഞാനിത് ചെയ്യുന്നത് പ്രഷർ കുക്കറിലാണ്. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ കുറേ കുറുമയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതെല്ലാം കണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ കുറുമ നമുക്ക് അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൂരി, പൊറോട്ട ഇവിടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ കുറുമ ഉണ്ടാക്കാൻ തുടങ്ങാം. തക്കാളി കുറുമ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു അരപ്പുണ്ടാക്കണം. അതിനായിട്ട് മിക്സിയിൽ ചെറിയ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 വലിയ പച്ചമുളക് ഒന്ന് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ പച്ചമുളകെങ്കിൽ ഒരു 3-4 ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 10 കശുവണ്ടിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ചെറിയ കഷ്ണം ഇഞ്ചിയും, ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അരക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇത് നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടാകുമ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണക്ക് പകരമായിട്ട് നമുക്ക് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് പൊട്ടിക്കണം. ഞാനിതിലേക്ക് 2 ചെറിയ കഷ്ണം പട്ട, 3 ഗ്രാമ്പ്, 4 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ചെറിയ കഷ്ണം തക്കോലവും 1/2 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സ്പൈസസ് എല്ലാം ചേർത്തിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സ്പൈസസ് എല്ലാം മൂത്ത് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 2 കറിവേപ്പില ഇട്ട് മൂപ്പിക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റായി കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ഞാനിവിടെ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തീരെ ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്യേണ്ട, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. തക്കാളിയിലൊന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയിലൊന്ന് സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. തക്കാളി കൂടുതൽ വെന്തുടയേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. അരപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നിങ്ങളുടെ ഗ്രേവിയുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പുപൊടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നോക്കിയിട്ട് കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കുറുമ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് കുക്കർ മൂടി 2 വിസിൽ വരുന്നവരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ കൂടുതൽ സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 1 വിസിൽ വന്ന് 2ാമത്തെ വിസിൽ വരുമ്പോഴത്തേക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് സ്റ്റീം പോകാനായിട്ട് മാറ്റി വെച്ചാൽ മതി. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടിട്ട് കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തുറന്നതിന് ശേഷം നല്ലതൊരു മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുറുമ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവി എല്ലാം നല്ല പാകത്തിനാണ്. കൂടുതൽ ലൂസുമല്ല, കൂടുതൽ തിക്കും അല്ലാത്തൊരു പാകത്തിനാണ്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇനി റെഡിയായ കുറുമയുടെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പ് പൊടിയെല്ലാം ചേർത്ത് കൊടുക്കണം കേട്ടോ. എരിവ് കൂടുതൽ വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. റെഡിയായ കുറുമ നമുക്കൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് മല്ലിയില പുതിനയിലേക്ക് വെച്ച് ഗാർണിഷ് ചെയ്യാം. റെഡിയായ കുറുമ നമുക്ക് അപ്പം, ഇടിയപ്പം, പൊറോട്ട, നാൻ, ബ്രെഡ്, ചപ്പാത്തി ഇവയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഞാനിവിടെ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
വീണ്ടും ഇതുപോലുള്ള നല്ല സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.